Hello guys, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ വീഡിയോ ആണ്. നത്തിങ് ഫോൺ 2 വേഴ്സസ് ഐക്യൂ നിയോ 7 പ്രോ. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോൺ നമ്മൾ കമ്പയർ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് സ്മാർട്ട് ഫോണിലും വരുന്ന ചിപ്പ് സെറ്റ് സെയിം ആണ്. 8+ Gen 1 ആണ് ചിപ്പ് സെറ്റ് വരുന്നത്. പക്ഷേ ഈ രണ്ട് സ്മാർട്ട് ഫോണും തമ്മിൽ ഏകദേശം 10,000 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്മാർട്ട് ഫോൺസും നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിൽ ഏതെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് ആ രണ്ട് സ്മാർട്ട് ഫോൺസിനെയും കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യാണ്. എന്നിട്ട് അവസാനം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഏതെടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ നോക്കുന്ന സമയത്ത് ഐക്യൂ നിയോ 7 പ്രോയുടെ ഒരു ടിപ്പിക്കൽ ഐക്യൂൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നത്തിങ് ഫോൺ 2ലേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്ലിഫ് ഇൻ്റർഫേസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു മെറ്റാലിക് ഫ്രെയിമാണ് ഈ നത്തിങ് ഫോൺ 2ൽ വരുന്നത്. ഐക്യൂ നിയോ 7ലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പ്ലാസ്റ്റിക് ഫ്രെയിമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് എപ്പോഴും നത്തിങ് ഫോൺ 2 തന്നെയായിരിക്കും കിട്ടുന്നത്. പിന്നെ ഈ ഗ്ലിഫ് ഇൻ്റർഫേസിനെ പറ്റി പലർക്കും പല അഭിപ്രായമാണ്. ചിലർക്ക് അത് ഇഷ്ടമാണ്, ഇഷ്ടമല്ലാത്തവർക്ക് അത് ഓഫ് ചെയ്തിടാം, അതുകൊണ്ട് ഇതും കുഴപ്പമില്ല. അപ്പം ഒരു പ്രീമിയം ലുക്ക് എപ്പോഴും നമുക്ക് നത്തിങ് ഫോൺ 2 ആയിരിക്കും കിട്ടുന്നത്. പിന്നെ പോർട്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം പോർട്ടുകളും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. രണ്ടിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. ബട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൻ്റെ കാര്യം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ഐക്യൂ നിയോ 7 പ്രോയിലായിരിക്കും കുറച്ചും കൂടെ ഇൻസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഡിസൈൻ നോക്കുന്ന സമയത്ത് നത്തിങ് ഫോൺ 2ൽ ഫ്രണ്ടിലും ബാക്കിലും കോണിംഗ് കൊറോള ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഐക്യൂ നിയോ 7 പ്രോയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിലൊരു സ്കോട്ട് സെൻസേഷൻ UPയുടെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്കോട്ട് സെൻസേഷൻ എന്താണെന്ന് ഡൗട്ടാണ്. സ്കോട്ട് സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലൂമിനിയം സിലിക്കേറ്റ് ഗ്ലാസ് ആണ്. ഇതേ സെയിം പോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഗ്ലാസ് ആണ്, അത്രേ ഉള്ളൂ. പിന്നെ നോക്കുന്ന സമയത്ത് നമുക്ക് നത്തിങ്ങിൽ IP54 റേറ്റിംഗ് ആണ് വരുന്നത്. ഐക്യൂയിലേക്ക് വരുന്ന സമയത്ത് IP52 റേറ്റിംഗ് ആണ് വരുന്നത്. സോ ഓവറാൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ വൈസ് അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഡിസൈൻ വൈസ് ഒരു പ്രീമിയം ലുക്കാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അത് നത്തിങ് ആണ് പ്രീമിയം ലുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം. സോ ഡിസ്പ്ലേയിലേക്ക് വരുന്ന സമയത്ത് രണ്ട് സ്മാർട്ട് ഫോണും AMOLED ഡിസ്പ്ലേ ആണ്, ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേ ആണ്, കർവ്ഡും കാര്യങ്ങളും ഒന്നുമില്ല. ഐക്യൂയിലേക്ക് വരുന്ന സമയത്ത് 6.78 ഇഞ്ചിൻ്റെ ഒരു സ്ക്രീനും നത്തിങ്ങിൽ 6.7 ഇഞ്ചിൻ്റെ സ്ക്രീനുമാണ്. രണ്ട് സ്മാർട്ട് ഫോണിലും 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. പക്ഷേ നത്തിങ്ങിലേക്ക് വരുന്ന സമയത്ത് അത് ഒരു ഫ്ലക്ച്വേറ്റിംഗ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 1 to 120 Hz ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ബാറ്ററി കൺസപ്ഷൻ വളരെ കുറവായിരിക്കും ഇതിൽ നത്തിങ്ങിൽ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് റിയൽ ലൈഫിൽ നത്തിങ് ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്മൂത്തർ എക്സ്പീരിയൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐക്യൂല് 360 ഉണ്ട്, നത്തിങ്ങിൽ 240 ആണുള്ളത്. പീക്ക് ബ്രൈറ്റ്നസ് നോക്കുന്ന സമയത്ത് നത്തിങ്ങിൽ 1600 നിറ്റ്സ് ഉണ്ട്, ബട്ട് ഐക്യൂവിൽ 1300 നിറ്റ്സ് മാത്രമേ ഉള്ളൂ. ആൻഡ് HDR സപ്പോർട്ട് നോക്കുന്ന സമയത്ത് ഐക്യൂവിൽ നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് ഉണ്ട്, ബട്ട് നത്തിങ്ങിലേക്ക് വരുന്ന സമയത്ത് നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ട് ചെയ്യില്ല. അത് അത്യാവശ്യം നല്ലൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇത്രയും പൈസ കൊടുത്തൊരു സാധനം മേടിക്കുമല്ലേ. രണ്ട് സ്പീക്കറിലേക്ക് വരുന്ന സമയത്ത് രണ്ട് സ്പീക്കറിനും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടില്ല. ഇനി പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്മാർട്ട് ഫോണിലും 8+ Gen 1 ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. LPDDR5 RAM ആണ് വരുന്നത്, UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. ഇനി ഇതിൻ്റെ ബെഞ്ച് മാർക്ക് സ്കോറൊക്കെ എടുത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു സിമിലർ ബെഞ്ച് മാർക്ക് സ്കോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം പെർഫോമൻസ് വൈസ് ഏകദേശം രണ്ടും ഏകദേശം ഒരു സിമിലർ പെർഫോമൻസ് ആയിരിക്കും തരുന്നത്. എന്നാൽ റിയൽ ലൈഫ് പെർഫോമൻസിൽ, അതായത് നമ്മൾ നോർമലായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് പരിപാടി, യൂട്യൂബ് നോക്കുന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നത്തിങ് ആയിരിക്കും കുറച്ചും കൂടി സ്മൂത്തർ. ബട്ട് ഗെയിമിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഐക്യൂ ആയിരിക്കും കുറച്ചും കൂടി സ്മൂത്തർ. അതൊരു ബെഞ്ച് മാർക്ക് സ്കോറിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഐക്യൂ ഗെയിമിങ്ങിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് FPS മെയിൻറ്റെയിൻ ചെയ്ത് കളിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നാണ് ഞാൻ പല ഗെയിമിംഗ് റിവ്യൂസിലും കണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിനും ഹീറ്റിങ് മറ്റുള്ള സ്മാർട്ട് ഫോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവാണെന്നും കണ്ടിട്ടുണ്ട്. സോ ഇനി ബാറ്ററിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നത്തിങ്ങിൽ 4700 mAh ബാറ്ററിയും ഐക്യൂവിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഐക്യൂവിൽ 120 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് 25 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ബട്ട് നത്തിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുള്ളൂ. നത്തിങ്ങിൽ നിങ്ങൾക്ക് ചാർജർ ബോക്സിൽ കിട്ടില്ല. അത് ഏകദേശം ഒരു 55 മിനിറ്റ് എടുക്കും നിങ്ങൾക്ക് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. ബട്ട് നത്തിങ്ങിൽ പ്രീമിയം ഫീച്ചർ ആയിട്ടുള്ള 15 വാട്ടിൻ്റെ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട്. അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പം ഇനി ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് സ്പെക്ക് മാത്രം പറയാനുള്ള ഒരു നിർവാഹമേ ഉള്ളൂ. കാരണം നിങ്ങളൊരു ക്യാമറ റിവ്യൂ എടുത്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. സോ അത് നിങ്ങൾ എന്തായാലും ഒരു ക്യാമറ റിവ്യൂ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ എൻ്റെ സ്പെക്ക് എന്ന് പറയാം. അതായത് ഐക്യൂവിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50+8+2 ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 MP ക്യാമറയാണ് വരുന്നത്. നത്തിങ്ങിൽ സ്വാഭാവികമായിട്ടും 50+50 ഒരു പ്രൈമറി ക്യാമറയും 32 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ഇനി സോഫ്റ്റ്വെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എന്തുകൊണ്ടും ബെറ്റർ നത്തിങ്ങിൻ്റെ ആയിരിക്കും. ക്ലീൻ OS ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും.
നത്തിങ്ങിൽ കിട്ടുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ 2 സ്മാർട്ട് ഫോൺസിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾ എപ്പോഴും ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ പ്രൈസ് ഡിഫറൻസുമായിട്ട് എപ്പോഴും മാച്ച് ചെയ്ത് നോക്കുക. ഏകദേശം 10,000 റുപ്പീസിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് വരുന്നുണ്ട്. എനിക്കൊന്ന് ഓഫറിലൊരു നത്തിങ്ങിൽ ഓഫറിലൊരു 40,000 കിട്ടാവുന്നതാണ്. കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഒരു 10,000 വ്യത്യാസമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏത് സ്മാർട്ട് ഫോണാണ് നല്ലതെന്നുള്ളത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.